വയലോപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളാണിത്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. കാരണം അത്രയേറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു കവിയാണ് അദ്ദേഹം. ഒരു അധ്യാപകനായിരുന്നു. തികഞ്ഞ നിഷ്കർഷയുള്ള ഒരു അധ്യാപകനും കവിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മാമ്പഴം എന്ന ഒറ്റ കവിത കൊണ്ട് തന്നെ ആ മാമ്പഴത്തിൻ്റെ സ്വാദ്, ആ തേനൂറുന്ന മാമ്പഴത്തിൻ്റെ മണം ഇന്നും മലയാളിയുടെ മനസ്സിൽ നിന്ന് എവിടേക്കും പോവില്ല. എന്നും എക്കാലവും മലയാളി ഉള്ളിടത്തെല്ലാം മാമ്പഴം അതിൻ്റെ രുചി എല്ലാവരെയും അറിയിച്ചുകൊണ്ടേയിരിക്കും. അത്രയേറെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളും. അതുപോലെ തന്നെ കഞ്ഞിക്കൊയ്ത്ത് ഒക്കെ വളരെ വിശിഷ്ടമായ കൃതികളാണ്. പിന്നെ ജീവിതത്തിൽ ഒരുപാട് ദാർശനിക ചിന്തകൾ ഊട്ടി വളർത്തിയ ഒരു തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം. കുടുംബവുമായി പോലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് പൊരുത്തപ്പെടാനാകാത്തതിനെയെല്ലാം ഉപേക്ഷിക്കുക എന്ന ഒരു നയം തന്നെയാണ് അദ്ദേഹം ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വീകരിച്ചത്. മാമ്പഴം എന്ന കവിതയിലേക്ക് നോക്കാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്ക്കെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി മാൽവാലമാകണ്ഡം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പുതിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടനോടി ചാടിച്ചടുത്തെത്തി ചോടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞില്ലേ കുസൃതിക്കുരുന്നേ നീ മങ്കണി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൺ പൂങ്കുലാർ തല്ലുന്നതു തല്ലുകൊള്ളാനിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണുനീർ തടാകമാ. അതാ നോക്കൂ, എത്ര ഭംഗിയാണ്. മാമ്പഴം എന്ന് കേട്ടാലും നമുക്ക് കരയാതിരിക്കാനാവില്ല. ഒരമ്മയുടെ ദുഃഖം, സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ദുഃഖം എന്നും നമ്മളെ ഏവരെയും കരയിപ്പിക്കുന്നത് തന്നെയാണ്. എത്ര ഹൃദ്യമായിട്ടാണ് വയലോപ്പള്ളി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു കവിതാശകലം.